സംസ്ഥാനത്ത് ചലച്ചിത്ര വസന്തമാണ്. തിരഞ്ഞുപിടിച്ച സിനിമകൾ കാണാനുള്ള തിരക്കിലാണ് കാഴ്ചക്കാരുള്ളത്. രാഹുൽ ജിനാഥ് വിവരങ്ങളുമായിട്ട് ചേരുകയാണ്. രാഹുൽ, അങ്ങനെ സിനിമാ കാലത്തിന് കൊടിയേറിയിരിക്കുകയാണ്. വീണ്ടും ഒരു സിനിമാ കാലം ഇതാ തലസ്ഥാനത്തേക്ക് എത്തിച്ചേരുമ്പോൾ എങ്ങനെയുണ്ട്? ഇന്നലെ മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ പറഞ്ഞതിന്റെ പങ്കാളിത്തം കൊണ്ട് തന്നെ ചരിത്രമായി മാറുകയാണ് നമ്മുടെ IFFK എന്നുള്ള കാര്യമാണ്. എങ്ങനെയുണ്ട് ഇന്നിപ്പോൾ ആദ്യ ദിനം കഴിഞ്ഞ്? എങ്ങനെയാണ് ആളുകൾ എത്തുന്നുണ്ട്? ഒപ്പം തന്നെ പ്രേക്ഷക പ്രതികരണമൊക്കെ എങ്ങനെയാണ്? അതുതന്നെയാണ് അക്ഷയ. കാരണം എല്ലാവരും കാത്തിരുന്ന് തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സന്ദർഭമാണ് ഈ പറയുന്ന ചലച്ചിത്രമേള. അവർ ഈ പറയുന്ന ഐറ്റിനറി ബുക്കും ആ ഷെഡ്യൂളുമായൊക്കെ ഇങ്ങനെ പാഞ്ഞു നടക്കുകയാണ്. പതിയെ നടക്കുന്നവരുണ്ട്. അവർ ഈ കണ്ടു തീർത്ത സിനിമകളുടെ കഥ പറയുകയാണ്. എന്തായാലും ഇന്നലെ ഔപചാരികമായ ഉദ്ഘാടനം നിശാഗന്ധിയിൽ വെച്ച് നടന്നു. അപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇവിടെ സൂചിപ്പിച്ചത് ലോകോത്തര നിലവാരത്തിലേക്ക് രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഒരു ഫെസ്റ്റിവലായി അന്താരാഷ്ട്ര ചലച്ചിത്രമേള എന്നേ മാറിക്കഴിഞ്ഞു. അതിന് തുടർച്ചയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്ന് രണ്ടാം ദിവസമാണ്. രണ്ടാം ദിവസത്തിൽ ഡെലിഗേറ്റുകളുടെയും അതിഥികളുടെയും ഒക്കെ വലിയ തിരക്കുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ അങ്കുർ സിനിമ ശബ്നം ആസ്മിയെ ഇന്നലെ ആ വേദിയിൽ ആദരിക്കുകയുണ്ടായി. ബോളിവുഡ് നടിയാണ്. 50 വർഷം സിനിമാ ജീവിതം പൂർത്തിയാക്കി. അങ്ങനെ ശബ്നം ആസ്മിയുടെ ആദ്യ സിനിമയോടുകൂടിയാണ് ഇന്നത്തെ ദിവസം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ പ്രദർശനം തുടങ്ങിയത്. അത് കാണാൻ നിരവധി പ്രമുഖരുണ്ടായിരുന്നു. ശബ്നം ആസ്മിയും ഉണ്ടായിരുന്നു. കൂടാതെ ആൻ ഹുയി ഇന്നലെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം നൽകി, അവരുടെ സേവനങ്ങൾക്ക് പുരസ്കാരം നൽകിയിരുന്നു. ആൻ ഹുയിയുടെ ജൂലി റാപ്സഡി എന്ന സിനിമയുണ്ട്. ഏറ്റവും പ്രധാനമായ കാര്യം കാവ്യമേള എന്ന മലയാളത്തിലെ പഴയ ചിത്രങ്ങൾ ഇന്ന് ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഫുൾ ബുക്കിംഗ് ആണ് പഴയ ചിത്രങ്ങൾക്ക്. പി ഭാസ്കരൻ്റെ സിനിമ മൂലധനമുണ്ട്. അത്തരത്തിൽ പഴയ സിനിമകൾ, ലോകോത്തര സിനിമകൾ, അങ്ങനെ പല ഭാവങ്ങൾ, പല വികാരങ്ങളെല്ലാം കാണാൻ ആളുകളൊക്കെ ഉണ്ടാവുക. എന്നാലും നമുക്ക് ചില പ്രതികരണങ്ങളിലേക്കൊക്കെ പോകാനാകുമോ? തീർച്ചയായും ഇവിടെ എത്തുന്നവർ എല്ലാവരും അത്തരത്തിലുള്ള ഓട്ടപ്പാച്ചിലാണ്. എത്തിയാണോ? അല്ലല്ലോ, വോളണ്ടിയർ ആണ്. അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? സിനിമ കാണാൻ സമയം കിട്ടുമോ നിങ്ങൾക്ക്? സിനിമ കാണാൻ ടൈം കുറവാണ്. മാക്സിമം ഞങ്ങളെ കൊണ്ട് കാണാൻ പറ്റുന്ന സിനിമയൊക്കെ ഞങ്ങൾ കാണാം. സിനിമാ പ്രേമികളാണോ? അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ IFFK നിൽക്കുന്നത്. ഇനി ഏതാ കാണാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന സിനിമ? കിഷ്കിന്റെ കാണാൻ പ്ലാൻ ഉണ്ട്. ഒരു പ്രാവശ്യം കണ്ടതാണ്, എന്നാലും കാണണമെന്നുണ്ട്. ശരി. അപ്പോൾ അവരും ഈ പറഞ്ഞ വോളണ്ടിയേഴ്സും തിരക്കിലാണ്. സിനിമകളൊക്കെ കണ്ടോ? ഇന്ന് ഇതേ കണ്ടത്? അല്ല, ഇന്ന് കാണാൻ പറ്റിയിട്ടില്ല. ഏതൊക്കെയാ കാണാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇപ്പോ അടുത്തത് ഇനി ബ്ലാക്ക് ഡോഗ്, വാച്ച്സുയി സോംബി, ഇതാണ് ഇപ്പൊ തൽക്കാലം. തൃശ്ശൂരിൽ നിന്ന് വരികയാണ്. ഇവിടെ ഇനിയിപ്പോൾ 7 ദിവസം ഉണ്ട്. എല്ലാ ദിവസം ഉണ്ട്. എല്ലാ വർഷം വരാറുണ്ടോ? ഞാൻ 3ാമത്തെ വർഷം ആണ്. ഓക്കെ. അപ്പം സിനിമയെ പ്രേമിക്കുന്ന ആളാണ്. ആണ്. അതുകൊണ്ട് ആ ഒരു ഇഷ്ടത്തിലൂടെ നിൽക്കുകയാണ്. ശരി. അപ്പം അടുത്ത വർഷം എല്ലാ വർഷവും ഉണ്ടാവും. ശരി. അത് തന്നെയാണ് ഈ വരുന്ന എല്ലാവരും പല സ്ഥലത്തുനിന്ന് വരുന്നവരാണ് ഇവർ. എനിക്ക് തോന്നുന്നു ഒരു വർഷം പ്ലാൻ ചെയ്ത് തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം എഴുതി വെക്കുന്നത് ഒരുപക്ഷെ ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ഹലോ, സിനിമ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കണോ നിങ്ങൾ എല്ലാവരും? എന്തോ സിനിമ കണ്ടു റെസ്റ്റ് ആണോ? അങ്ങനെ അല്ല, ഞങ്ങളുടെ ഡ്യൂട്ടിയിലുള്ള ആൾക്കാരാണ്. ഡ്യൂട്ടി കഴിഞ്ഞുള്ള റെസ്റ്റ് ആണ്. സമയം കിട്ടുമോ? സിനിമ കാണാൻ സമയം കിട്ടില്ല. ഞങ്ങൾക്ക് പ്രോഗ്രാം കവർ ചെയ്യാനുള്ള സമയമുള്ളൂ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് പല ദൗത്യങ്ങളുമായി പല മനുഷ്യരിവിടെ ഉണ്ട്. അതിൽ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, വോളണ്ടിയർമാരുണ്ട്. അപ്പോൾ എന്തായാലും വൈവിധ്യമാർന്ന കാഴ്ചകളാണ് ഇവർ പ്രദർശിപ്പിക്കുന്ന സിനിമകളെ പോലെ വൈവിധ്യമാർന്ന കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അക്ഷയ.